ഓം ശാന്തി. ഞാൻ എൻ്റെ സങ്കല്പശക്തിയെ സ്വയം തന്നിലേക്ക് ഏകാഗ്രമാക്കുന്നു. ഞാൻ എൻ്റെ യഥാർത്ഥ രൂപത്തെ കാണുന്നു. ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ഒരു നിരാകാരി ജ്യോതി ബിന്ദു ആത്മാവാണ്. ഈ ശരീരമാകുന്ന രഥത്തിൽ വിരാജമാനായ ഞാൻ നിരാകാരി ആത്മാവ് രഥിയാണ്. ഞാൻ ഈ ശരീരമാകുന്ന രഥത്തെ നടത്തിക്കുന്നു. ഞാൻ ചൈതന്യ ആത്മാവാണ്. ഞാൻ നിരന്തരം ഒരു വിദേഹി ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. ഞാൻ ഒരു സെക്കൻഡിൽ ഈ ശരീരമാകുന്ന രഥത്തിൽ നിന്നും ഇറങ്ങി അശരീരിയാകുന്നു. വീണ്ടും ശരീരത്തിൽ പ്രവേശിക്കുന്നു. ശരീരമാകുന്ന രഥത്തിന്റെ രഥിയാകുന്നു. ഞാൻ അശരീരിയാകാനുള്ള ഈ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോൾ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകാൻ ആശ്രയം ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ബാബയെ ഓർമ്മിച്ച് പാവനമായി കർമാതീതമായി എൻ്റെ ശാന്തിധാമത്തിലേക്ക് പോകും. ഞാൻ വിശ്വസ്തനും അതിമധുരമായും സർവീസബിളുമായി ബാബയുടെ വാത്സല്യത്തിന് അർഹനാകുന്നു. ഞാൻ വായിലൂടെ ഒരിക്കലും ദുഃഖം നൽകുന്ന വാക്കുകൾ പറയില്ല. സദാ ആത്മീയ സാഹോദര്യത്തിന്റെ സ്നേഹത്തിലിരിക്കുന്നു. അപ്പോൾ ബാബയെ പ്രത്യക്ഷമാക്കാൻ സാധിക്കുന്നു. ഞാൻ അവിനാശി ആത്മാവാണ്. എൻ്റെ വീടായ പരമധാമത്തിൽ നിന്നും വന്ന് ഇവിടെ പാർട്ട് അഭിനയിക്കുകയാണ്. ഒരേ ഒരു ബാബ എനിക്ക് ആശ്രയം നൽകുന്നു. ബാബയെ ഓർമ്മിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടാകുന്നു. ഞാൻ ശാന്തിധാമത്തിൽ നിന്നും ആദ്യമായി ഇറങ്ങി വരുന്നത് സുഖധാമത്തിലേക്കാണ്. ബാബ പറഞ്ഞു തരികയാണ്, എൻ്റെ ശാന്തിധാമവും സുഖധാമവും ഇതാ വന്നു കഴിഞ്ഞു. ഇനി
എനിക്ക് 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കണം. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ പുരുഷോത്തമനാകാൻ ബാബ വഴി പറഞ്ഞു തരുന്നു. ഇതെന്റെ അന്തിമ ജന്മമാണ്. തിരിച്ചു പോകണം. തീർച്ചയായും പാവനമാകണം. ഞാൻ ഉയർന്ന കുലത്തിലേതാണ്. എനിക്ക് ഉയർന്ന കുലത്തിൻ്റെ രാജ്യഭാഗ്യം ലഭിക്കുന്നു. ബാബ സ്വയം തൻ്റെ പരിചയം നൽകുന്നു. രചനയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യവും മനസ്സിലാക്കി തരുന്നു. ഞാൻ ഒരു ബാബയെ മാത്രം ഓർമ്മിച്ച് കർമാതീത അവസ്ഥ പ്രാപ്തമാക്കുന്നു. എന്നെ പാവനമാക്കാൻ ബാബ വന്നിരിക്കുകയാണ്. ഞാൻ സന്തോഷത്തോടെ ബാബയെ ഓർമ്മിച്ച് വികർമ്മത്തെ വിനാശമാക്കുന്നു. അതിരാവിലെ ഉണർന്ന് ബാബയെ ഓർമ്മിക്കുന്നു. ഈ പരിധിയില്ലാത്ത പഴയ ലോകം ശവപ്പറമ്പാകും. നശിക്കാൻ പോകുന്ന ഈ ലോകത്തെ ഞാൻ മറക്കുകയാണ്. ബാബ എന്നെ ഈ പതിത ലോകത്തിൽ നിന്നു രക്ഷിച്ച് പാവന ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കുട്ടികൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് കർമാതീത അവസ്ഥയെ പ്രാപ്തമാക്കുന്നു. ശേഷം വിനാശമുണ്ടാകുന്നു. കാമചിതയിൽ കറുത്തുപോയിരുന്ന എന്നെ ബാബ വന്ന് സുന്ദരമാക്കുകയാണ്. ബാബയുടെ ശ്രീമതം അനുസരിച്ചില്ലെങ്കിൽ അന്തിമ സമയത്ത് സ്നേഹം അനുഭവപ്പെടില്ല, സന്തോഷം അനുഭവപ്പെടില്ല. എനിക്ക് ഈ ശരീരം ഉപേക്ഷിച്ച് അമരപുരിയിലേക്ക് പോകണം. ഞാൻ ശിവശക്തി ആത്മാവാണ്. ഞാൻ അതിപ്രിയ ബാബയുടെ മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു. അശരീരിയായിരിക്കുന്നു. ആത്മാവിനെ നോക്കുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ പാപമില്ലാതാക്കുന്നു. ഓർമ്മയുടെ യാത്രയിരുന്ന് സമ്പാദ്യമുണ്ടാക്കുന്നു. ഓരോ ആത്മാവും ഭൃഗുടിയാകുന്ന സിംഹാസനത്തിലിരിക്കുന്നു. ബാബയുടെ ആജ്ഞയാണ് മധുരമായി ജീവിക്കൂ. ആര് എത്രത്തോളം പഠിക്കുന്നുവോ, നല്ല പെരുമാറ്റം ധാരണ ചെയ്യുന്നുവോ, അത്രയും ഉയർന്ന പദവി പ്രാപ്തമാകും. എൻ്റെ രജിസ്റ്റർ ഞാൻ സ്വയം ചെക്ക് ചെയ്യുന്നു. ബാബ എന്നെ സുഖധാമത്തിൻ്റെ അധികാരിയാക്കി മാറ്റുകയാണ്. ഒരിക്കലും ബാബ ദുഃഖം നൽകില്ല. ദുഃഖഹർത്താവും
സുഖകർത്താവുമാണ്. ഞാൻ ഒരിക്കലും നിയമത്തെ കയ്യിലെടുക്കില്ല. അവിനാശി സർജനായ ബാബ എല്ലാ ദുഃഖങ്ങളും ദൂരെയാക്കുന്നു. ഞാൻ ദേഹാഭിമാനത്തിൽ വന്ന് പരസ്പരം ബുദ്ധിമുട്ടിക്കില്ല. എല്ലാ കാര്യത്തിലും സന്തുഷ്ടനാണ്. പരസ്പരം വളരെ മധുരമായിരിക്കുന്നു. അതിരാവിലെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുന്നു. സ്വയത്തോട് സംസാരിക്കുന്നു. വിചാരസാഗരമഥനം ചെയ്ത് ബാബയോട് നന്ദി പറയുന്നു. ബാബയുടെ ശ്രേഷ്ഠ വരദാനത്തെ ഞാൻ സ്മൃതിയിൽ ഇമേർജാക്കുന്നു. ബാബയുടെ വരദാനമാണ് തൻ്റെ ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് മനസ്സിലൂടെ സേവനം ചെയ്യുന്ന നമ്പർ 1 സേവാധാരിയായി ഭവിക്കൂ. വലുതിലും വലിയ ശക്തി വലുതിലും വലിയ ശക്തിശാലിയായ സേവനം മനസാ സേവനമാണ്. ആരാണോ ശ്രേഷ്ഠ സ്ഥിതിയിലിരുന്ന് സേവനം ചെയ്യുന്നത് അവരാണ് നമ്പർ 1 സേവാധാരി. ലൗകിക കാര്യം ചെയ്തും അലൗകികതയുടെ അനുഭവം ചെയ്യുന്നതാണ് സമർപ്പണമാകുക എന്നത്. ഞാൻ ഡബിൾ ലൈറ്റായി ബുദ്ധിയാകുന്ന വിമാനത്തിലൂടെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ എത്തിച്ചേർന്ന് വിശ്വത്തിലെ സർവാത്മാക്കൾക്കും പ്രകാശത്തിൻ്റെയും ശക്തിയുടെയും ശുഭഭാവന ശ്രേഷ്ഠ കാമനയുടെ അലകൾ പരത്തുന്നു. ഈ വിമാനത്തിൽ ബാപ്പ് ദാദയുടെ ശ്രേഷ്ഠ മതത്തിന്റെ ഇന്ധനമുണ്ടാക്കുന്നു. മന്മതത്തിന്റെയോ പരമതത്തിന്റെയോ അഴുക്കുണ്ടാകുന്നില്ല. ഓം ശാന്തി.